നമസ്കാരം, ഞാൻ രശ്മി. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാലമായി പലരും ആവശ്യപ്പെടുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യണം, ഒരു ഹോം ടൂർ ചെയ്യണം, ഒരു കിച്ചൺ ടൂർ ചെയ്യണം എന്നൊക്കെ. ഇപ്പൊ ഞാനതെങ്ങനെ നീട്ടി വെച്ച് കൊണ്ടുപോകായിരുന്നു. ഇപ്പം ഇനി ഞാൻ ട്രിവാൻഡ്രത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്ത് അത് ശരിക്കും അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇപ്പൊ ഇവിടെ അടുത്തൊക്കെ COVID-19 പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും പുറത്തിറങ്ങാതിരിക്കുക തന്നെയാണ് സേഫ്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്, അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാമെന്ന്. പക്ഷെ അപ്പോഴത്തേക്ക് എന്റെ കൈ പണി തന്നു. സാധാരണ എനിക്ക് കൈക്ക് പ്രശ്നം വരാറുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാതിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം ചെയ്തൊരു വീഡിയോ അല്ല, അതങ്ങനെ അങ്ങ് സംഭവിച്ച ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ പക്ഷെ ഇപ്രാവശ്യം എനിക്ക് സാധാരണ വരുന്ന അത്രയ്ക്ക് സിവിയർ ആയിട്ട് വന്നില്ല. അതുകൊണ്ട് എനിക്ക് എണീറ്റ് നടക്കാനും പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഇപ്പൊ കുറെ ആയിട്ട് വലത്തെ കൈക്കാണ് വരിക, ഇപ്രാവശ്യം അങ്ങനെ ഇടത്തെ കൈക്കാവുന്നത്. അതുകൊണ്ട് എനിക്ക് വലത്തെ കൈ കൊണ്ട് എല്ലാ ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് പേര് എനിക്ക് മെയിൽ അയക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും അവര് ഉള്ളിൽ തട്ടി പറഞ്ഞു തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. പിന്നെ വിചാരിച്ചു എന്തായാലും ഇത് തന്നെ അങ്ങൊരു വ്ളോഗ് ആക്കാന്ന്. അപ്പൊ അത് കാര്യമായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കൂടുതലും റെസ്റ്റ് എടുപ്പ് തന്നെയാണ്, ഒരുപാട് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കു സ്റ്റൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ 7 മണിയായി കിട്ടുക. രാത്രി കുറച്ച് ലേറ്റായി ഉറങ്ങാനായിട്ട്. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേദനയൊക്കെ ഉള്ള ദിവസങ്ങളിൽ രാത്രി അങ്ങനെ ഉറക്കം ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ട് എണീക്കുക. 7 മണിയാവും, ചിലപ്പോൾ 8 മണിയൊക്കെ ആകും. ഇന്നിപ്പോൾ 7 മണിയായപ്പം ഉണർന്നു. കൈക്ക് ചെറുതായിട്ട് നീരുണ്ട്, പക്ഷേ കുഴപ്പമില്ല. എന്നാലും സാധാരണ വരുന്ന ആ ഒരു അത്രയും സിവിയർ ആയിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് എണീക്കാനും നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ എത്ര ലേറ്റ് ആയാലും കട്ടിലയിൽ തന്നെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ എണീറ്റ് പോകാറുള്ളൂ. ദൈവത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷമേ നിലത്ത് കാല് കുത്താറുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. മോളാണ് മുടി കെട്ടിത്തരുന്നത്. അവളുടെ ഡ്യൂട്ടിയാണ് കൈവേദന വരുന്ന സമയത്ത് മുടി കെട്ടുക എന്നുള്ളത് അവളുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് പിന്നെ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, കുറേ കാലമായി, 10 വർഷത്തോളമായിട്ടില്ലേ ഈ ഒരു പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും പോകും, അങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് മുടി കെട്ടിത്തരുന്നതൊക്കെ അവളാണ്. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവൾ രാവിലെ പോകുന്നതിന് മുമ്പേ മുടിയൊക്കെ കെട്ടിത്തന്നിട്ടൊക്കെയാണ് പോകാറ്. ആ സമയത്ത് അവളെൻ്റെ അമ്മയാകും, ഞാൻ അവളെ മോളും ആകും. അവളെന്നെ ചിലപ്പോൾ വഴക്കൊക്കെ പറയും കേട്ടോ. ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പറയുന്നതാണ്. അപ്പോൾ ഇനി അടുക്കളയിലേക്ക് പോകാം. മോളെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടില്ല, കാരണം അവൾക്കിപ്പം ഓൺലൈൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും സൈത്തണ്ണനും കൂടിയാണ് കുക്കിംഗ് പരിപാടികളൊക്കെ. അപ്പം ഇന്ന് കടലക്കറി ഉണ്ട് ഇന്നലത്തെ. അപ്പം ഈ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടാകുമ്പം എളുപ്പത്തിൽ കഴിയുമല്ലോ. അപ്പോൾ പുട്ടിന് ഞാൻ എടുക്കുന്നത് ഈ പൊടിയാണ് കേട്ടോ. ഈ പൊടി റേഷനരി പൊടിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്ന് ചോറ് വെക്കാനായിട്ട് കിട്ടുന്ന വെള്ള അരിയില്ലേ, അത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ മാത്രം കുതിർത്താൽ മതി. എന്നിട്ട് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് മില്ലിൽ നിന്ന് തന്നെ വറുത്ത് വാങ്ങിക്കുന്നതാണ്. അതാകുന്ന സമയത്ത് നമുക്ക് ടിന്നിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് പിന്നെ പൊടിയുടെ ആവശ്യമില്ല. പുട്ടുണ്ടാക്കാനാണെങ്കിലും പത്തിരി ഉണ്ടാക്കാനാണെങ്കിലൊക്കെ ഇത് തന്നെ മതി. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമായിരിക്കും. അപ്പോൾ കണ്ട അതിൻ്റെ ആ ഒരു ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഒരുപാട് സമയം കുതിർത്തരുതെന്ന് പറയുന്നത്. അരമണിക്കൂർ മാത്രം കുതിർത്താൽ മതി. ഇപ്പോൾ റവയുടെ തരിയെ കഴിഞ്ഞും കുറച്ചും കൂടെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടാവും, അത് മതി. നിങ്ങൾ ചെയ്യുന്നവരായിരിക്കും, ചെയ്യാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് പറഞ്ഞത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പുട്ടും കുടം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഇതൊരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ പുട്ട് നനയ്ക്കുന്നതല്ലേ. വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് തളിച്ചല്ലേ നനയ്ക്കുക. പക്ഷേ ഈ ഒരു പൊടി ഇങ്ങനെ ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം ഒത്തിരി അങ്ങ് വെള്ളം അങ്ങ് അബ്സോർബ് ആവും, നന്നായിട്ട് വെള്ളം അബ്സോർബ് ആവും. അതുകൊണ്ട് ഇത് കുഴയ്ക്കാനും നല്ല എളുപ്പമാണ്, ബുദ്ധിമുട്ടേ ഇല്ല കുഴയ്ക്കാനായിട്ട്. അതുകൊണ്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് അബ്സോർബായി പോയിട്ടുണ്ട്. ഈ പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊടിയൊന്നും ഇതുപോലെ നനയ്ക്കരുത് കേട്ടോ, നല്ല കുളമായി കിട്ടും. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും ഈ വെള്ളം ഒട്ടും കാണാനുണ്ടാവില്ല. പിന്നെയും നമ്മൾ ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സൈത്തേട്ടൻ അവിടെ തേങ്ങ ചിരവാനായിട്ട് പ്ലേറ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്.
ഇത് നമുക്ക് ഇവിടെ ഒരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും കുറേ കൂടെ ഒന്ന് വെള്ളം ഫുൾ അങ്ങ് അബ്സോർബ് ആവും. നമുക്കിതൊന്ന് കുറച്ചുകൂടെ വെള്ളം അബ്സോർബ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണ്. തളിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആ കട്ടകളൊന്നും ഇപ്പോൾ ഉടയ്ക്കേണ്ട, നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ അതങ്ങ് കറക്റ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ആ പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക, 1-2 പ്രസ്, അത് മതി. അപ്പോൾ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കണ്ട നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പൊടിയെല്ലാം നല്ല വേറെ വേറെ കിടപ്പുണ്ട്, ഒട്ടും കട്ടകളൊന്നും ഇല്ല. ഇനി അതുപോലെ ബാക്കിയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഒരു കൈ ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനത് പുട്ടും കുറ്റിക്കകത്തോട്ട് കുറച്ച് തേങ്ങയിട്ട് പുട്ടുണ്ടാക്കിയെടുക്കട്ടെ. ഇതായിപ്പോൾ നമ്മുടെ ആവി വറക്കുന്ന പുട്ട് റെഡി. കുത്താൻ എനിക്ക് പറ്റില്ല കേട്ടോ, സായിത്താരനാണ് കുത്തുന്നത്. വച്ചില്ലെങ്കിൽ മാറ്റാം. അടുത്ത പുട്ടും കൂടെ വെക്കട്ടെ. കണ്ട നല്ല സോഫ്റ്റാണ് പുട്ട്. ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ചായ വെക്കട്ടെ. പാലിൻ്റെ പാക്കറ്റ് എടുത്ത് പാലിൻ്റെ പാക്കറ്റ് ഞാൻ ഇതുപോലെ എടുത്ത് വെക്കുക ചെയ്യുന്നത് കേട്ടോ. ആ മുറിച്ച ഭാഗം താഴോട്ടാക്കി ടൈലിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ച് ആ വെള്ളമൊക്കെ അങ്ങ് വാർന്നു പോയിക്കോളും. പിന്നെ ആ പാക്കറ്റ് എടുത്ത് നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റിൽ ഇടാം. അപ്പം നനഞ്ഞത് ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പുട്ടും കടലയും പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കടലക്കറി ഇന്നലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യമായി. അതുകൊണ്ട് രാവിലെ അത് ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഈ കടലക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറി കേട്ടോ. തേങ്ങ നരക്കണ്ട, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എടുത്തല്ല, നേരത്തെ എടുത്തതാണ്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ സുഖമില്ലാത്ത ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു കറി തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇപ്പോൾ പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞത് ഇത്രയും പുട്ട് ബാക്കിയുണ്ട്. ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. ഞാനൊന്ന് ടാബ്ലറ്റ് കഴിക്കട്ടെ. ഇതൊരു പെയിൻ കില്ലറും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും കൂടിയാണ്. അപ്പം ഞാനിപ്പം ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ പെയിനൊക്കെ അധികമാവുന്ന സമയത്ത് അതിൽ പിടിച്ചാൽ കിട്ടില്ല. അപ്പം അലോപ്പതി പെയിൻ കില്ലറും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും കൂടെയുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് കഴിക്കാറ്. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇതങ്ങ് തീരാനായി. ഇനിയിപ്പം ലോക്ക്ഡൗണൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പെട്ടെന്നാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് മെഡിസിൻ കിട്ടുമോയെന്നറിയില്ല. അപ്പം ചേഞ്ച് സായിത്തരണത് ഒന്ന് പോയി നോക്കുകയാണ് മെഡിസിൻ വാങ്ങിക്കാനായിട്ട്. മോൾക്ക് അവിടെ ഓൺലൈൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു. മോള് BSc അഗ്രികൾച്ചർ 2nd സെമിസ്റ്റർ പഠിക്കുകയാണ്. എക്സാമാണ്. അപ്പോൾ അതപ്പം എക്സാം ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്ന് എഴുതട്ടെ. ഓൺലൈൻ എക്സാമാണ്. ഇനി ഞാൻ കമൻസും മെയിലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. എല്ലാവരുടെയും റിപ്ലൈ ഞാൻ രാത്രിയാണ് കൊടുക്കാറുള്ളൂ. ജസ്റ്റ് അപ്രൂവ് ചെയ്യാനുള്ളതെല്ലാം അപ്രൂവ് ചെയ്യും. പിന്നെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. ചിലതൊക്കെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഇപ്പം ഇനി ഉച്ചക്കത്തേക്കുള്ള കുറച്ച് പരിപാടികളൊക്കെ നോക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം. ഇപ്പോൾ സാമ്പാർ വെക്കാൻ വിചാരിച്ചു. എളുപ്പത്തിലുള്ള ഒരു സാമ്പാർ. ഞാൻ ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി ഓൾറെഡി 2-3 മറ്റോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല ടേസ്റ്റുള്ള സാമ്പാർ കേട്ടോ. ഇതും നല്ല ടേസ്റ്റാണ്. പക്ഷേ എളുപ്പമാണ്, ഒത്തിരി എളുപ്പമുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. കുക്കറിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ്. അതിപ്പോൾ എല്ലാം കൂടെ കുക്കറിലിട്ടങ്ങ് വെക്കുകയാണ്. സാമ്പാറിൽ കുറച്ച് ഉപ്പും കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും ഒരുപാട് അങ്ങ് ഉടയരുത്. ആ ഒരു വാടിയാൽ മതി. അപ്പോഴാണ് ആ നല്ല ടേസ്റ്റ് ഉണ്ടാവുക സാമ്പാറിന്. വെണ്ടയ്ക്കൊക്കെ ഇത് തുറന്നതിന് ശേഷം, കുക്കർ തുറന്നതിന് ശേഷം ആട്ടോ ഇട്ടത്. സാമ്പാറിൽ മല്ലിയിലയും കൂടി ഇട്ടിട്ടൊന്നങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ പപ്പായ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പപ്പായ തോരൻ. അപ്പോൾ ഇന്നിപ്പോൾ വെജാണ്. സൈത്തായിട്ടും പപ്പായ പറിക്കുകയാണ്. ഒന്ന് തോരൻ വയ്ക്കണം. അപ്പം ഞാനത് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാളയൊക്കെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് പപ്പായ തോരൻ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. സവാള കടുക് വറുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം പപ്പായ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് തീരെ ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇടുന്നത്. ഇതിപ്പം റെഡ് ലേഡിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളറ്. ഒരുപാടങ്ങ് പച്ചയല്ല, ചെറുതായിട്ടൊന്ന് പഴുത്ത് വരുന്നതാണ്. അതാണ് തോരൻ വെക്കാൻ ടേസ്റ്റ്. നേരത്തെ ഒരു മധുരം ഉണ്ടാവും, അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം.
ഇനി അത് അവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനകത്തുനിന്ന് ആ പപ്പായയിൽ നിന്നൊക്കെ വെള്ളം വരും. ആ വെള്ളം വരുന്ന വരെ നമ്മൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം അതിന് ആ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. നന്നായിട്ടൊന്ന് വേവണം. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ. വെജാണെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രൈ വേണം. അപ്പോൾ കോവയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചൊന്ന് കോവയ്ക്ക പറിച്ചിട്ട് വരാം. അപ്പോൾ മോള് കോവയ്ക്ക പറിക്കുകയാണ്. എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. ഇപ്പോൾ കോവയ്ക്കയുടെ ഒരു സീസൺ കഴിഞ്ഞ് ഇപ്പോൾ കുറേ ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് കുറേശ്ശെ. അപ്പം കോവയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. ഞാൻ മുമ്പേ കോവയ്ക്ക ഫ്രൈഡ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആ റെസിപ്പി അല്ല കേട്ടോ. അത് ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടാക്കിയതായിരുന്നു. അത് നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഗരം മസാല ഒന്നും ഇല്ലാതെ നമ്മളിപ്പോൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2-3 ടീസ്പൂണൊക്കെ മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് വേണം കേട്ടോ. തീരെ കുറച്ച് പോലെ കുറച്ച് വേണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അധികമായി പോകരുത്, കാരണം കോവയ്ക്കയ്ക്ക് പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. അരിപ്പൊടി 1 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം കോവയ്ക്കയിൽ തന്നെ വെള്ളം ഉണ്ടാവും. ആദ്യം നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറച്ച് തളിച്ചിട്ട് കുഴയ്ക്കാം. ഇതുണ്ട്, നല്ല തിന്നായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് മതി, ഒരുപാടായി പോണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോ അരമണിക്കൂർ വരെ അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പോൾ പപ്പായ ഏകദേശം ഒരു 1/4 വേവൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് വെന്തിട്ടില്ല, കുറച്ചൊരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു പിടി, ഒരു 1-1.5 പിടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വേണം. ഇതിന് കുറേ പപ്പായ ഉണ്ട്. ഇത് കണ്ടിട്ട് പേടിക്കണ്ട, ഇത്രയും അധികം പപ്പായ കഴിക്കുമെന്ന്. ഇത് കുറച്ചൊന്ന് ചുരുങ്ങുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ തോരൻ കൂടുതൽ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉച്ചയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ച് തീർക്കും കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഫുള്ളായിട്ട് അടച്ചു വെക്കേണ്ട, ആവിവെള്ളം വീഴും. കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് തുറന്ന് വെക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ പാനിലേക്ക് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനത് കോവയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ പീസസ് ആയിട്ട് എടുത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇടണ്ട, ഒരുമിച്ച് ഇട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂടിപ്പോവും. അപ്പോൾ നന്നായിട്ട് എല്ലാ പീസസും ഫ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞ് കിട്ടില്ല. ഇതിപ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടും. ഈ കഷ്ണങ്ങളും പച്ചക്കറികളും ഒക്കെ മുറിച്ച് തരുന്ന സൈറ്റാണ് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്കൊന്നും എന്തായാലും അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കോവയ്ക്ക ഇത്രയും ബാക്കിയുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. നാളെ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ആ സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചളങ്ങി കളിക്കും. കുഴപ്പമൊന്നുമില്ല, പക്ഷെ മോക്ക് ഇവിടെ നല്ല മുരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നല്ല മുരിച്ചെടുക്കണം, തീ കുറഞ്ഞ തീയിലിട്ടിട്ട്. അപ്പോൾ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക ഫ്രൈ നമ്മൾ രണ്ടാമത് മറിച്ചിട്ട് കഴിയുമ്പം കുറച്ച് കറിവേപ്പില ഇട്ടോ. ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അതാ ചോറും സാമ്പാറും പപ്പായ തോരനും പിന്നെ കോവയ്ക്ക ഫ്രൈയും പിന്നെ അച്ചാറും, കടുമാങ്ങ അച്ചാറാണുള്ളത്. ഇന്ന് ഒരു സിമ്പിൾ ലഞ്ചാണ്, വെജിറ്റേറിയൻ ലഞ്ചാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഇതാ കണ്ടോ, കോവയ്ക്ക ഫ്രൈ നല്ല മുരിഞ്ഞിരിക്കുന്ന കോവയ്ക്ക ഫ്രൈ ആണ്. നല്ല തിന്നായിട്ടുള്ള കോവയ്ക്ക ഫ്രൈ. നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാനായിട്ട് നല്ല കറുമുറാന്ന് കഴിക്കാം. നല്ല എരിവൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ മീനൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, മീനൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിനി ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കണം എന്നൊരു വല്ലാത്ത ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. കാരണം ഇപ്പം പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത്. അപ്പം കേക്കാണ് കഴിക്കുന്നത്. കേക്ക് ഞാൻ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ കേക്കാണ്. അതിന് ശേഷമാണ് കൈവേദനയൊക്കെ ആയത്.
ഈ കേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കേക്കാട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കേക്കാണ്, നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കേക്കായത്. പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്താ ഏത് കേക്കാണെന്ന് മനസ്സിലാവുമോ എന്നറിയില്ല. കാരണം അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ലുക്കിലല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞു, വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ലാസ്റ്റ് 3 പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്ത് കഴിക്കാൻ പോവാണ്. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളടുത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എഡിറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ഇടാൻ പറ്റുമോ എന്നറിയില്ല. വെള്ളിയാഴ്ച എന്തായാലും ഇടാൻ നോക്കും. അടിപൊളിയാട്ടോ. ഗസ് ചെയ്യാൻ പറ്റുമോ എന്ത് കേക്കാണെന്ന്? ചിലപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യും, കുറേ മിടുക്കന്മാരുണ്ട് കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നവർ. അപ്പം എല്ലാവരും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് കിടക്കണം. നല്ല ക്ഷീണമുണ്ട്. പെയിൻ കില്ലർ 3 നേരം കഴിക്കുന്നതുകൊണ്ട് നല്ല ക്ഷീണം. അപ്പം ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ അവർ രണ്ടുപേരും കിടക്കും, അതിൻ്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. വൈകുന്നേരം ആയപ്പം കുറച്ച് വേദന അധികമായി, അതുകൊണ്ട് പിന്നെ ഞാൻ എണീറ്റെങ്കിലും റെസ്റ്റ് എടുക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ സന്ധ്യ ആയപ്പോൾ മോള് വിളക്ക് കത്തിക്കുകയാണ്. വൈകുന്നേരത്തെ ചായ കൂടി ഇല്ല കേട്ടോ, കാരണം ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്കും ഭക്ഷണം കഴിപ്പ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായയും ഡിന്നറും കൂടെ ഒരുമിച്ച് ഒരു 7 മണിയാകുമ്പം ഒരുമിച്ച് അങ്ങ് കഴിക്കും. അപ്പം മോള് വടദോശ ഉണ്ടാക്കുകയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇതിന് വടയാണോ എന്ന് ചോദിച്ചാൽ വടയല്ല, ദോശയാണോ എന്ന് ചോദിച്ചാൽ ദോശയല്ല. വടയുടെ ആ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ദോശയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിതിപ്പം യൂട്യൂബില് വളദോശ എന്നാണ് സെർച്ച് ചെയ്താൽ കിട്ടുമോന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു വടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ ദോശയായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അത് വടയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അത് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ടാക്കിയവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ചിക്കൻ സ്റ്റൈൽ വടദോശ സെർച്ച് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതാണ് വടദോശ. ഒരു സെറ്റ് ആയിട്ടുണ്ട്. നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞായിരിക്കുന്നത്, നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാ. നമ്മൾ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഉഴുന്നുവടയൊക്കെ ചമ്മന്തി കൂട്ടി കഴിക്കില്ലേ, അതുപോലെ ചമ്മന്തി കൂട്ടി കഴിക്കാനുള്ള ഒരു ദോശയാണ്. ഡിന്നർ കഴിഞ്ഞു. ഇപ്പം മോള് നാളത്തേക്കുള്ള എക്സാം പ്രിപ്പറേഷൻസിലാണ്. അപ്പം ഞാൻ കുറച്ച് കമൻസിനും മെയിലും ഒക്കെ ഒന്ന് റിപ്ലൈ കൊടുക്കാനിരുന്നതാണ്. ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് കമൻസിനൊന്ന് റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ മിക്കവാറും എല്ലാ കമൻസിനും മെയിലിനും ഒക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്, പറ്റുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ചിലതിടയ്ക്ക് സ്കിപ്പായി പോകും. കാരണം നിങ്ങളുടെ കമൻസ് എനിക്ക് തരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എനർജി തന്നെയാണ്. കമൻസിൽ കൂടെ അല്ലേ നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ ചില കമൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ സന്തോഷം കൊണ്ട് കണ്ണെന്നറിയും കേട്ടോ. അത്രയും നല്ല കമൻസൊക്കെ പലരും എഴുതി അയക്കാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നൂല. ഞാൻ അതുകൊണ്ട് എല്ലാ കമൻസും എല്ലാ മെയിലും ഞാൻ വായിക്കാറുണ്ട്. കഴിയുന്നത് എല്ലാത്തിനും തന്നെ റിപ്ലൈ തരാറുമുണ്ട്. അപ്പോൾ സൈത്തേട്ടൻ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ഫൈനൽ എഡിറ്റിങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യും. ഞാൻ പറ്റുന്നത്രേ ഇരിക്കും, അത് കഴിഞ്ഞ് ഞാൻ പോയി കിടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും ഹാപ്പിയാണ്. എൻ്റെ ഈ ഒരു പ്രശ്നമൊക്കെ ഇപ്പം തന്നെ അങ്ങ് പോകും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് കൈക്കൊരു ശക്തി ഉണ്ടാവില്ല, അതും പെട്ടെന്ന് തന്നെ അങ്ങ് ശരിയാവും. അത്രയേ ഉള്ളൂ. ഭാഗ്യത്തിന് വീഡിയോസൊക്കെ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചതുള്ളതുകൊണ്ട് ഒരു ഗ്യാപ്പ് വരും തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.